ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ആഭ്യന്തരകർമ്മി ആത്മീയതയുടെ 64-ാമത്തെ സെഷനാണല്ലോ ഇത്. മൂന്നാം സദനത്തെക്കുറിച്ചുള്ള 8-ാമത്തെ വിചിന്തനവും. നമ്മൾ മദ്രസ്യ മൂന്നാം സദനത്തെക്കുറിച്ച് നടക്കുന്ന 2 അധ്യായങ്ങളിൽ 1-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനത്തെ ഖണ്ഡികയിലേക്കാണ് ഇന്ന് കടന്നു വരുന്ന 9-ാമത്തെ ഖണ്ഡിക. ഹല്ലേലൂയ, ഹല്ലേലൂയ. 8-ൻ്റെ അവസാനത്തെ വാക്യം മദ്രസ്യ പറഞ്ഞു വെച്ചത് ഇങ്ങനെയാണല്ലോ: തമ്പുരാൻ്റെ വലിയ അനുഗ്രഹങ്ങളും സഹായങ്ങളും സ്വീകരിച്ചിട്ട് പിന്നെയും ഉപരി അനുഗ്രഹങ്ങളും ആനന്ദാനുഭൂതിയും വേണമെന്ന് പറഞ്ഞ ഉചിതമാണോ? അതേപോലെ ചിന്തിക്കണം. മദ്രസ്യ പറയുകയാണല്ലോ, ഞാനിവിടെ കുറിച്ച ഏതാനും സംഗതികൾ പ്രിയപ്പെട്ട പുത്രന്മാരെ നിങ്ങൾ സൂക്ഷ്മമായി ചിന്തിക്കണം. ഇത് നമുക്കുള്ള ശക്തമായ ഉപദേശമാണ്. വീണ്ടും സൂക്ഷ്മമായിട്ട് ചിന്തിക്കണം. നമ്മൾ ഒന്ന് കേട്ടങ്ങ് പോയാൽ പോരാ, ഇരുന്ന് സമയമെടുത്ത് കേട്ട കാര്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കണം, നമ്മളെ തന്നെ പരിശോധിക്കണം, അതിനെ ഗൗരവത്തിലെടുക്കണം. അങ്ങനത്തെ ഒരു പ്രതികരണം നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണം. മദ്രസ ഇത് എഴുതി പോകുമ്പം ഇത് വായിച്ചു പോകുന്ന സഹോദരിമാർ ഭാവിയിൽ വായിച്ചിട്ട് കാര്യം മനസ്സിലായി എന്ന് പറഞ്ഞ് അടുത്ത അധ്യായം വായിച്ച് പുസ്തകം തീർത്തു, ഞാൻ മദ്രസയുടെ ആഭ്യന്തരകർമ്മം വായിച്ചിട്ടുണ്ട് എന്ന് പറയുന്നൊരു തൃപ്തിയിലേക്ക് പോകാൻ അതൊരു അപകടമാണ്. ആ തൃപ്തിയല്ല വേണ്ടത്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സൂക്ഷ്മമായിട്ട് ധ്യാന വിഷയമാക്കണം. അനുചിന്തനം എന്ന് വെച്ചാൽ ജീവിതത്തിലേക്ക് അതിനെ എടുക്കണം. അല്ലെങ്കിൽ അതിൻ്റെ അടിവളം ഇട്ട് കൊടുക്കുന്ന അടിവളത്തിലേക്ക് ചെടിയുടെ വേരുകൾ ഇങ്ങനെ ഇറങ്ങി ചെന്നിട്ട് അത് വലിച്ചെടുത്ത് വെള്ളം കിട്ടുന്നതനുസരിച്ച് വെയിൽ കിട്ടുന്നതനുസരിച്ച് ചെടി വളർന്ന് വരുന്ന പോലെ അതാണല്ലോ അനുചിന്തന പ്രാർത്ഥനയുടെ ശൈലി, അനുഭവം. നമ്മൾ ഈ കാര്യങ്ങളിലേക്ക് ഇങ്ങനെ മനസ്സിൻ്റെ വേറിറക്കണം, ചിന്തയുടെ വേറിറക്കണം, ആലോചിക്കണം, വിസ്താരമായ സഹായം തേടണം, പ്രാർത്ഥിച്ച് കൃപയെടുക്കണം. അങ്ങനെ നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് അതാകുമ്പോൾ പറയുന്നത് സൂക്ഷ്മമായിട്ട് ചിന്തിക്കണം. ഒരു കുഞ്ഞു കാര്യം പോലും അവഗണിക്കരുത്. കൊച്ചു കാര്യം പോലും സൂക്ഷ്മത ശ്രദ്ധിച്ച് കയറി വരണം. അതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ പറയുന്നത്, നമ്മൾ ഈ ടോക്കുകൾ നിങ്ങളൊന്ന് കേട്ടുപോയാൽ മാത്രം പോരാ. സ്നേഹമുള്ളവരെ, ഇതെല്ലാം കേട്ട് കഴിയുമ്പം എനിക്ക് മദ്രസയുടെ ആഭ്യന്തരകാര്യം നല്ലപോലെ മനസ്സിലായി എന്നുള്ളൊരു തൃപ്തിയിലേക്ക് പോയി. അതേസമയം നമ്മൾ ലൈഫിലൊന്നും ആകാതെ പോകാനുള്ള അപകടമുണ്ട്. അതുകൊണ്ട് ഇത് ചിലപ്പോൾ വീണ്ടും ഇരുന്ന് കേൾക്കണം. അങ്ങനെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇത് ഞാൻ അനുഭവിക്കുന്ന കാര്യമാണ്. ഈ ദിവസങ്ങളിൽ ഇതിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പം എത്രയോ പ്രാവശ്യം പിന്നെ വായിച്ചും വരച്ചും കുറിച്ചും ധ്യാനിച്ചും പ്രാർത്ഥിച്ചും സ്തുതിച്ചും അങ്ങനെയാണ് ഇതിൽ കയറി വരുന്നത്. അത് ധ്യാനം. പിന്നെ ലൈഫിൽ അത് ഒപ്പം ലൈഫ് ആക്കിയെടുക്കുക എന്നുള്ളത് വേറൊരു കാര്യം. ഒപ്പം വരേണ്ട കാര്യം തന്നെയാണ്. പക്ഷെ ഒന്നാമത്തെ ഉണ്ടെങ്കിൽ രണ്ടാമത്തെ നടക്കുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ സൂക്ഷ്മമായിട്ട് നിങ്ങളിതേപ്പറ്റി ചിന്തിക്കണം. അത്ര ക്രമത്തിലൊന്നുമല്ല അവ വിവരിച്ചിരിക്കുന്നത്. ഇതിനേക്കാൾ ഭംഗിയായി പറയാൻ എനിക്ക് വശവുമില്ല. മദ്രസ്യ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടാണ് ഈ പറയുന്നത്. അത് ബുദ്ധി കൊണ്ട് കണക്ക് കൂട്ടി ഉണ്ടാക്കിയ ഒരു സ്കീമ വെച്ച് പ്ലാൻ ചെയ്ത് അവതരിപ്പിക്കുന്ന ക്ലാസ്സുകളല്ല. ദൈവത്തിൻ്റെ ആത്മാവ് നയിക്കുന്നതാണ്. അതിൻ്റെ ക്രമത്തെപ്പറ്റി നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്ക് ക്രമം തെറ്റി കാണുന്നുണ്ടെങ്കിൽ, തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ബുദ്ധിക്ക് അത് നിരക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. പരിശുദ്ധാത്മാവ് നിരക്കുന്നുണ്ട് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ആത്മീയ വരൾച്ചയിൽ നിന്ന് എളിമ സമ്പാദിക്കുവാൻ ഉതകത്തക്ക വിധം അവ കർത്താവ് നിങ്ങളെ ബോധ്യപ്പെടുത്തും. അപ്പോൾ ഈ ശുഷ്കതയും ആത്മീയ വരൾച്ചയും വിരസതയും പ്രാർത്ഥിക്കാൻ സുഖമില്ലാത്ത അവസ്ഥ, അതിലൂടെ നമ്മൾ സമ്പാദിക്കേണ്ട ഒരു കാര്യം എളിമയാണ്. നമ്മൾ മദ്രസ പറയുകയാണ്, അവ നിങ്ങളെ അസ്വസ്ഥരാക്കുകയില്ല. പിശാചിൻ്റെ ലക്ഷ്യം അതാണ്. പിശാചിൻ്റെ ലക്ഷ്യം ഏതാണ്? അസ്വസ്ഥരാക്കുക. ധ്യാനകേന്ദ്രത്തിലേക്ക് വന്ന് കയറി രജിസ്ട്രേഷൻ കഴിഞ്ഞ് സീറ്റിൽ പോയിരിക്കുന്നു. അപ്പോൾ ഓരോ കാര്യങ്ങളിലേക്ക് നോക്കിയിട്ട് അസ്വസ്ഥപ്പെടുന്നു. അങ്ങനെ അസ്വസ്ഥപ്പെട്ടിട്ട് ധ്യാനം എന്നെ കാണിക്കാൻ എവിടെ നോക്കി ഇതിങ്ങനെ വെച്ചിരിക്കുന്നു, ഇതിങ്ങനെയാണോ കിടക്കുന്നവർ, ഇങ്ങനെയാണോ, എന്തോ തിക്കി കിടക്കുന്ന, ഇവിടെ ഇടയൊന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ ചിലപ്പോൾ ഭക്ഷണം ഇതിങ്ങനെയാണോ, അങ്ങനെയുള്ള അസ്വസ്ഥ ഉണ്ടാക്കിയിട്ട് ആ അസ്വസ്ഥ വെച്ചുകൊണ്ട് ടോക്ക് ശ്രദ്ധിക്കാൻ മേലെന്നാകുന്നു, പ്രാർത്ഥിക്കാൻ മേലെന്നാകുന്നു, സ്തുതിക്കാൻ മേലെന്നാകുന്നു, ഇറങ്ങി പോയാലും ചെന്ന് വെറുതെ പെറുപെറുക്കാൻ തുടങ്ങുന്നു. അങ്ങനെയുള്ളൊരു അസ്വസ്ഥത ഉണ്ടാക്കുമ്പോൾ ധ്യാനത്തിന് വന്ന വ്യക്തിക്ക് എന്തൊരു തടസ്സമാണ് അത്. മറ്റുള്ളവരെ കൂടെ ഉപദ്രവിക്കുകയാണ് എന്ന് പറയുന്ന പോലെ നമ്മുടെ ആത്മജീവിതത്തിൽ ഒരു അസ്വസ്ഥ ഉണ്ടാകാൻ നമ്മൾ അനുവദിക്കരുത്. അസ്വസ്ഥ നമ്മൾ ഉണ്ടാക്കിക്കുക എന്നുള്ളത് സാത്താൻ്റെ ഉന്നമാണ്. മദ്രസ പറയുകയാണ്, ഇങ്ങനെയുള്ള അസൗകര്യങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ അല്ലാത്ത അനുഭവങ്ങൾ വരുമ്പം അസ്വസ്ഥതയല്ല വേണ്ടത്, എളിമ ഉണ്ടാകണം. മദ്രസ പറയുകയാണ്, ഒന്നുകിൽ നമ്മൾ എളിമയിൽ ആഴപ്പെടും, അല്ലെങ്കിൽ നമ്മൾ അസ്വസ്ഥതയിൽ ഭാരപ്പെടും. നമ്മൾ ആരെങ്കിലും നമ്മുടെ ആത്മജീവിതത്തിൽ ഉള്ള പരിശ്രമങ്ങൾ നോക്കിയിട്ട് ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് അവിടെ തന്നെ സഹായിക്കുന്നില്ലല്ല, മറ്റുള്ളവർ എന്നെ ഉപദ്രവിക്കുകയാണ്, അങ്ങനെയുള്ള അസ്വസ്ഥതയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, പരാതിയിലേക്ക് പോകുന്നുണ്ട്, അതിനർത്ഥം
സാത്താന് നമ്മുടെ ഒരു പിടുത്തം കിട്ടുന്നുണ്ട്, നമ്മൾ എളിമയിൽ ആഴപ്പെടുന്നില്ല എന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കണം. ഇതേക്കുറിച്ച് അമദ്രസ അടുത്ത അധ്യായത്തിൽ വളരെ മനോഹരമായിട്ട് വീണ്ടും നമ്മൾ പറഞ്ഞ് വിശദമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പിശാചിൻ്റെ ലക്ഷ്യം അതാണ്, ഏത്? അസ്വസ്ഥപ്പെടുത്തുക. അസ്വസ്ഥത പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എത്രാമത്തേതാ ചോദിക്കുന്നതല്ല നമ്മോട് തന്നെ. നമുക്ക് അസ്വസ്ഥ വരുന്നു, പരാതി വരുന്നു, നീരസം തോന്നുന്നു, അമർഷം തോന്നുന്നു, മടുപ്പ് തോന്നുന്നു. അപ്പോൾ ഈ മടുപ്പ്, പരാതി, നീരസം, അമർഷം ഇത് ഓരോന്നും ഓരോരുത്തർ ചോദിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എത്രാമത്തേതാ? അവിടെ ഇല്ല. അപ്പം പിന്നെ ആരുടെ ഫലമാ? അശുദ്ധാത്മാവിൻ്റെയാണ്. തിരിച്ചറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാക്ഷാൽ എളിമയുണ്ടെങ്കിൽ ദൈവം ആത്മാവിന് ആനന്ദ അനുഭൂതി നൽകുന്നില്ലെങ്കിലും സമാധാനവും അവിടുത്തെ തിരുമനസ്സിനോട് വിധേയത്വം നൽകാതിരിക്കുകയില്ലെന്ന് നിങ്ങൾ ഉറച്ചു കൊള്ളുക. നിങ്ങൾക്ക് യഥാർത്ഥമായ എളിമ ഉണ്ടെങ്കിൽ, എളിമയുടെ പാതയിലൂടെ നിങ്ങൾ വളർന്നു വരുന്നെങ്കിൽ, നിങ്ങളുടെ ആത്മീയത യഥാർത്ഥമാണ് എങ്കിൽ എന്തെല്ലാം വിരസതയും ശുഷ്കതയും വന്നാൽ നിങ്ങൾ പരാതിപ്പെടില്ല, നിരാശപ്പെടില്ല, പെറുപെറുപ്പില്ല. മറിച്ച് അവിടുത്തെ തിരുമനസ്സിനോട് വിധേയപ്പെട്ട് സമാധാനത്തോടെ നീങ്ങും നിങ്ങൾ. അമദ്രസ ഒരു അടയാളം പറയുകയാണ്. അപ്പോൾ ഈ അടയാളം വെച്ചുകൊണ്ട് നമ്മൾ തന്നെ ഒന്ന് പരിശോധിക്കണം. പ്രാർത്ഥിക്കാൻ അനുഭവം കിട്ടാത്തവരും പരാതിയും പെറുപെറുപ്പായിട്ട് പോകാതെ എളിമയുടെ പാതയിലൂടെയാണോ ഞാൻ പോയിക്കൊണ്ടേ ഇരിക്കുന്നത്? കഴിഞ്ഞ ദിവസങ്ങളുടെ അനുഭവം എന്താണ്? അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചത്തെ അനുഭവം എന്താണ്? ഇന്നത്തെ ദിവസത്തെ എൻ്റെ അനുഭവം എന്താണ്? അത് നമ്മൾ പരിശോധിച്ചറിയണം. മറ്റുള്ളവർ ആനന്ദാനുഭൂതി കൊണ്ട് എന്നതിനേക്കാൾ നിങ്ങൾ അധികം സംതൃപ്തരായി കഴിഞ്ഞുകൂടുകയും ചെയ്യും. നല്ല ആനന്ദ അനുഭൂതി ലയിച്ച് കണ്ണീരൊഴുക്കി ഇങ്ങനെ എല്ലാം മറന്ന് ഇരുന്ന് പ്രാർത്ഥിക്കുന്ന, സ്തുതിക്കുന്ന ആൾക്കാർ ആത്മീയമായിട്ട് അതുവഴി വളരുന്നതിനേക്കാളും നിങ്ങൾ വളരാൻ ദൈവം ഇടവരുത്തും. ഈ സഹനവും ഞെരുക്കവും ശുഷ്കതയും അനുഭവപ്പെടുമ്പോൾ നിരാശയും പരാതിയും പെറുപെറുപ്പും ഇല്ലാതെ മുന്നോട്ട് നിങ്ങളുടെ എളുമ നിങ്ങൾക്ക് എടുക്കാമെങ്കിൽ മദ്രസ പറയുകയാണ്, മറ്റുള്ളവർ ആനന്ദ അനുഭൂതി കൊണ്ട് എന്നതിനേക്കാൾ നിങ്ങൾ അധികം സംതൃപ്തരായി കഴിഞ്ഞുകൂടുകയും ചെയ്യും. പലപ്പോഴും നിങ്ങൾ വായിച്ചിട്ടുള്ളതുപോലെ ബലഹീനർക്കാണ് ദൈവം അമ്മാതിരി ആനുകൂല്യങ്ങൾ നൽകുന്നത്. എമ്മാതിരി ആനുകൂല്യം? ഏത്? ആനന്ദ അനുഭൂതി, പ്രാർത്ഥന നല്ല രുചി, കണ്ണീരഭിഷേകം, സന്തോഷാനുഭവം, അങ്ങനെയൊക്കെയുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നത് ബലഹീനർക്കാണ്. നമ്മൾ ഈ മരുന്ന് ഗുളികയൊക്കെ കഴിക്കാനായിട്ട് നമ്മൾ വാങ്ങിക്കുമ്പം ചില ഗുളികകൾ ഷുഗർ കോട്ടഡാണ്. അതിന് പുറത്ത് ഇങ്ങനെ പഞ്ചസാര, മധുരത്തിൻ്റെ കോട്ടിംഗ് ഉണ്ട്. പ്രത്യേകിച്ചും പിള്ളേർക്ക് കൊടുക്കുന്ന മരുന്നുകൾ അല്പം മധുരം ചേർത്ത് കൊടുക്കും. അല്ല, മധുരം പൊതിഞ്ഞ ഗുളിക, അതിനകത്ത് കയ്പ്പാണ്. ഷുഗർ കോട്ടിങ് ഉള്ളൊരു ഗുളിക നമ്മൾ കടിച്ചു പൊട്ടിച്ചാൽ കഴിച്ചു വല്ലാണ്ടായി പോകും. അപ്പോൾ ആ കയ്പ്പ് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട്, കയ്പ്പുള്ള ഭക്ഷണം മരുന്ന് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഷുഗർ കോട്ടിങ് ചെയ്യുന്നത്. അതേസമയം നല്ല മുതിർന്ന വ്യക്തികൾക്ക് പാകതയുള്ള മരുന്ന് എടുക്കണം, ചികിത്സ എടുക്കണം എന്ന ബോധ്യമുള്ള വ്യക്തികൾക്ക് തനി കയ്പുള്ള കഷായം തന്നെ വൈദ്യം വെച്ച് കൊടുക്കും, അല്ല മരുന്ന് തന്നെ കൊടുക്കും. എത്ര കയ്പുണ്ടെന്നുള്ളതല്ല വിഷയം, ആ ഒരു ഭക്ഷണക്രമം പഥ്യം എത്ര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുള്ളതല്ല. എത്ര ബുദ്ധിമുട്ടാണെങ്കിലും അവർക്ക് ബോധ്യമുള്ളത് കൊണ്ട് അവർ ആ കയ്പും അരോചകത്വവും അവഗണിച്ചുകൊണ്ട് ആ മരുന്ന് കഴിക്കുക തന്നെ ചെയ്യും. ആ ഒരു ട്രീറ്റ്മെൻറ്റ്, ചികിത്സയുടെ ബുദ്ധിമുട്ട് അവർ സ്വീകരിക്കുക തന്നെ ചെയ്യും. കുത്തിവെക്കാനോ അല്ലെ ഡ്രസ്സ് ചെയ്യാനായിട്ടും ശരീരം ഒന്ന് കീറി മുറിച്ചാൽ കല്ലെടുത്ത് കളയാനോ അല്ലെ പഴുപ്പ് നീക്കി കളയാനൊക്കെ അത് ആവശ്യമെന്ന് അറിയാവുന്നതിന് സഹകരിക്കും. അതേസമയം ബലഹീനർക്ക് അത് പറ്റിയല്ല, അവർ എതിര് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ബലഹീനരായവരോ ഇട്ടിട്ട് പോകാതിരിക്കാൻ വേണ്ടി അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കും, മധുരം ചേർത്ത് ഗുളിക കൊടുക്കുന്ന പോലെ. മദ്രസ പറയുകയാണ്, പലപ്പോഴും നിങ്ങൾ വായിച്ചിട്ടുള്ളതുപോലെ ബലഹീനർക്കാണ് ദൈവം അമ്മാതിരി ആനുകൂല്യങ്ങൾ നൽകുന്നത്. അപ്പോൾ ബലഹീനത നമുക്ക് ആനുകൂല്യങ്ങൾ കിട്ടാതെ വരുമ്പോൾ അതിനർത്ഥം എന്താ? നമ്മൾ ഇച്ചിരി കരുത്തിലേക്ക് വളർന്നിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മളെ പരിഗണിച്ചിരിക്കുന്നു എന്നൊരർത്ഥം അതിനകത്തുണ്ട് എന്ന് നമുക്ക് വേണം ചിന്തിക്കാം. ശുഷ്കത അനുഭവിക്കുന്നവർക്ക് സ്വായത്തമായുള്ള ധീരതയ്ക്ക് പകരം അവ വെച്ച് മാറാൻ അവർ ഒരിക്കലും സമ്മതിക്കുകയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ശുഷ്കത അനുഭവിക്കുന്നവർ അതുവഴി അവർക്ക് കിട്ടുന്ന ആനുകൂല്യവും കരുത്തും എന്താണെന്ന് അവർ ശരിക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ബോധ്യപ്പെട്ടുള്ള ആൾക്കാർ ഇത് ഞങ്ങൾക്ക് വേണ്ട, അതിന് പകരം മധുരമുള്ള ആനന്ദാനുഭൂതി മതിയെന്ന് പറയാൻ അവർ തയ്യാറാവുകയല്ല. മദ്രസ പറയുകയാണ്, നമ്മൾ അൽഫോൻസാമ്മയുടെ രംഗം ഓർപ്പെട്ടത് മനസ്സിൽ വരികയാണ്. ഈ കഷ്ടപ്പാട്, ബുദ്ധിമുട്ട്, രോഗം, പരവേശം, ഛർദി, പരു ഇതെല്ലാം ഒന്ന് വിഷമിച്ച് കണ്ടപ്പം മദർ ഒരിക്കലും അൽഫോൻസാമ്മയോട് പറയുന്നുണ്ട്, മോളെ നീ പ്രാർത്ഥിക്കുമ്പോൾ എന്തുമാത്രം അനുഗ്രഹം ദൈവത്തിൽ കൊടുക്കുന്നുണ്ട്, നിൻ്റെ ഈ ഒരു രോഗാവസ്ഥ അല്പം ഒന്ന് സഹിക്കാവുന്നതാക്കി തരാനായിട്ട് ദൈവത്തിൽ ഒന്ന് പ്രാർത്ഥിച്ചേ എന്ന് പറയുമ്പോൾ അൽഫോൻസാമ്മയുടെ മറുപടി നമുക്കറിയാം, അമ്മ ഞാനത് പ്രാർത്ഥിക്കുകയല്ല, അമ്മ വിഷമിക്കരുത്, തെറ്റിദ്ധരിക്കരുത്. കാരണം അതിലൂടെ അത് കഴിഞ്ഞും എനിക്ക് കിട്ടുന്ന വലിയ അനുഗ്രഹങ്ങൾ
ഈശോ നൽകുന്ന സാന്നിധ്യം, കൃപാവര ശക്തിപ്പെടുത്തൽ പരിഗണിക്കുമ്പോൾ ഈ രോഗത്തിൻ്റെ സഹനം മാറ്റണമെന്ന് പറയുമെങ്കിൽ പറ്റുകയില്ല. അവിടെ സഹനം എനിക്ക് വേണം. കുരിശ് ചോദിച്ചു വാങ്ങിയ ആൾ അൽഫോൻസാമ്മ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ മദ്രസ പറയുന്നത്, ശുഷ്കത അനുഭവിക്കുന്നവർക്ക് സ്വായത്തമായുള്ള ധീരതയ്ക്ക് പകരം അത് വെച്ച് മാറാൻ അവർ ഒരിക്കലും സമ്മതിക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കുരിശിനോട് എന്നതിനേക്കാൾ ആത്മീയ മാധുര്യത്തോടാണ് നമുക്ക് അധികം പ്രതിപത്തി. നമുക്ക് കുരിശല്ല, ആത്മീയ മാധുര്യം, അതിനോടാണ് പ്രതിപത്തി. അത് ഒരു ദയനീയ അവസ്ഥയാണ്, നമ്മൾ തിരിച്ചറിയണം. ഇപ്പോൾ ധ്യാനം കൂടാനൊക്കെ പോകുമ്പോൾ ആത്മീയ സന്തോഷം കൊണ്ട് നിറയുക എന്ന് പറയുന്നത് മനോഹരമാണ്. പക്ഷെ ആത്മീയാനന്ദം ഒന്നും നിറയുന്നില്ലാത്തടത്തും ആത്മീയ വചന ബോധ്യങ്ങളെടുത്ത് ധീരതയോടെ പ്രാർത്ഥിച്ച് കയറുന്ന മനസ്സും തീരുമാനമായിട്ട് നീങ്ങുന്ന അനുഭവം കുറേ കൂടെ ശ്രേഷ്ഠമാണ്. അഗസ്തീനയുടെ ഡയറിക്കകത്ത് ഞാൻ വായിച്ച് പറഞ്ഞ് കേൾപ്പിച്ച് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടല്ലോ, ശുഷ്കതയോടെയുള്ള പ്രാർത്ഥന, ആരാധന 1 മണിക്കൂർ, 2 മണിക്കൂർ കൂടി വീണ്ടും ഫൗസ്റ്റീന അതുകൊണ്ട് ആരാധന കഴിഞ്ഞപ്പോൾ വീണ്ടും ഇരുന്നു ആരാധിക്കാൻ വേണ്ടിയിട്ട്. 2-ാമത്തെ മണിക്കൂറും വല്ലാത്ത വിരസതയും ശുഷ്കത തന്നെ, ഒരു അനുഭവം ഇല്ല, പ്രാർത്ഥിക്കാൻ തോന്നുന്നേ ഇല്ല, പറ്റുന്നേ ഇല്ല, അങ്ങനെ വിഷമിച്ചു. അതുകൊണ്ട് നിർത്തിയിട്ട് പോയില്ല. 3-ാമതൊരു മണിക്കൂറും കൂടെ ഫൗസ്റ്റീന തുടർന്നിരിക്കുകയാണ്. 268 കാണിക്കാൻ എൻ്റെ ഓർമ്മ ഫൗസ്റ്റീന ഡയറിയിൽ. 3-ാം മണിക്കൂർ ഇങ്ങനെ മുട്ട നിന്നിട്ട് കൈ വിരിച്ചു പിടിച്ചൊരു വാക്ക് പോലും പറയാതെ അങ്ങനെ നിന്ന് കൊടുത്തു 1 മണിക്കൂർ. അപ്പോൾ അങ്ങനെ ഒരു പോരാട്ടമാണ് ഫൗസ്റ്റീന നടത്തിയത്. ആ ഒരു എതിരനുഭവം ഉണ്ടായിടത്ത് ഇതുപോലെ പൊരുതി കയറി വലിയ നേട്ടത്തിലേക്ക്, ആത്മീയ കൃപ നിറയുന്ന അവസ്ഥയിലേക്ക് ഫൗസ്റ്റീന വരുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു പോരാട്ടത്തിനുള്ള സന്നദ്ധതയാണ് നമുക്ക് വേണ്ടത്. പ്രാർത്ഥനയുടെ രുചിയും സുഖവും ആനന്ദ അനുഭൂതിയും ടേസ്റ്റും നോക്കിക്കൊണ്ട് നമ്മൾ അതിൻ്റെ പുറകെ വിഷമിച്ച് നിൽക്കാനും കിട്ടാതെ വരുമ്പോൾ വിഷമിച്ച് വാടാനും ഒന്നും ഇട വരേണ്ട. മദ്രസ പറയുകയാണ്, ഹാ നാഥ, സമസ്തവും അങ്ങ് അറിയുന്നല്ലോ. സാക്ഷാൽ ആത്മ അവബോധം ഞങ്ങളിൽ ഉണ്ടാകത്തക്ക വിധം അങ്ങ് ഞങ്ങളെ ശോധന ചെയ്തു കൊള്ളുക. സാക്ഷാൽ ആത്മ അവബോധം, സെൽഫ് നോളജ്, ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അമ്മ ത്രേസ്യ പറയുന്നതാണ്, ഈ ആത്മീയ സദനത്തിലെ ഒരു സദനമാണ് ആത്മാവബോധം. പക്ഷേ ഒരിക്കലും നമ്മൾ ഈ ഒരു സദനം വിട്ടു പോകാനും പാടില്ല. മറ്റു സദനങ്ങൾക്കെല്ലാം വളർന്ന് കയറി പോകുമ്പോൾ ഇതിലേക്ക് നമ്മൾ തിരിച്ചെപ്പോഴും വന്നുകൊണ്ടിരിക്കണം. നമ്മൾ ആരാണെന്നുള്ള ചിന്ത, എളിമയുടെ മനോഭാവം തന്നെയാണ്. ഈ ആത്മാവബോധം, സെൽഫ് നോളജ് ഒരിക്കലും വിട്ടു പോകരുത്. അത് വിട്ടു പോകുന്നത് കൊണ്ടാണ് നമ്മൾ കുരിശ് സഹനവും ശുഷ്കതയൊക്കെ ഒരു മടുക്കാനും പരാതിപ്പെടാനും പെറുപെറുക്കാനും ഇട്ടിട്ട് പോയാലോ ചിന്തിക്കാനും അല്ലെങ്കിൽ ദൈവത്തോട് പരാതിപ്പെട്ടുകൊണ്ട് അതൃപ്തിയോടെ വാടിയ മുഖത്ത് നിൽക്കാനൊക്കെ ഇടവരുന്നത്. അതുകൊണ്ട് ഈ ആത്മാവബോധം ഞങ്ങൾക്ക് ആഴപ്പെടുത്തി തരണമേ എന്ന് അമ്മ പ്രാർത്ഥിക്കുകയാണ്. അങ്ങ് തന്നെ ഞങ്ങളെ ശോധന ചെയ്തു കൊള്ളുക. അങ്ങ് തന്നെ ഞങ്ങളെ പരിശോധിച്ചിട്ട് ഞങ്ങളുടെ കുറവുകൾ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. ആ കുറവുകൾ ഞങ്ങൾ അംഗീകരിച്ചു കൊള്ളാം. അതിനെ പരിഹരിക്കാനായിട്ട് ഞങ്ങളുടെ തന്നെ ബലം പ്രയോഗിച്ചു കൊള്ളാം. അങ്ങനെ സ്ഥിരതയോടെ ഞങ്ങൾ മുന്നോട്ട് വരാൻ കർത്താവേ. അപ്പോൾ അങ്ങ് ഉദ്ദേശിക്കുന്ന പോലെ ഞങ്ങൾ അങ്ങയുമാണ് സമ്പൂർണ്ണ ഐക്യത്തിൻ്റെ ഏഴസത്തിലേക്ക് എത്തുമല്ലോ. ആ ഒരു സന്തോഷം മദ്രസ അവിടെ പറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തകൻ പറയുന്നുണ്ടല്ലോ, കഷ്ടപ്പാടുകൾ എനിക്ക് ഉപകരിച്ചു, ദുരനുഭവങ്ങൾ, അതുവഴി ഞാൻ ദൈവപ്രമാണങ്ങൾ പഠിച്ചു എന്ന് സങ്കീർത്തനം 119 7-ാം വാക്യത്തിൽ പറയുന്നത് നമുക്ക് ഓർമ്മിക്കാം ഇവിടെ. അതുപോലെ തന്നെ ഫിലിപ്പ ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 12-ാം വാക്യത്തിലും എനിക്ക് സംഭവിച്ചതെല്ലാം സുവിശേഷത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമായി എന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. അപ്പോൾ ഇത് തന്നെ നമുക്ക് പിന്നീട് പറയാൻ സാധിക്കേണ്ടത്, ഈ ഞെരുക്കവും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും, അത് ഭൗതികമായ ദുരന്തങ്ങളും കഷ്ടപ്പാട് രോഗവും സഹനവും മാത്രമല്ല, ആത്മീയ മേഖലയിലെ ബുദ്ധിമുട്ടും ഞെരുക്കങ്ങൾ പോലും നമ്മളെ വളർത്തുന്നതാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും വിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ നമ്മുടെ എല്ലാ ആത്മീയപരിസ്ഥിതികളും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.